തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഷങ്ങളായി മുസ്ലിം ലീഗും കോൺഗ്രസും പരസ്പരം പോരടിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മലപ്പുറത്തെ പൊന്മുണ്ടം. ഗ്രാമപഞ്ചായത്ത് രൂപീകരണ കാലം മുതൽ ഇവിടെ കോൺഗ്രസും ലീഗും തമ്മിൽ സൗഹൃദ മത്സരമാണ് നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യ സമര കാലത്തോളം പഴക്കമുണ്ട് പൊന്മുണ്ടത്തെ ലീഗ് കോൺഗ്രസ് തർക്കത്തിന്. ദേശീയതയും മതതാൽപര്യങ്ങളുമായിരുന്നു അക്കാലത്തെ തർക്ക വിഷയങ്ങൾ. സ്വാതന്ത്ര്യത്തിനും സംസ്ഥാന രൂപീകരണത്തിനു ശേഷവും തുടർന്ന മത്സരം പക്ഷേ UDF സംവിധാനം നിലവിൽ വന്നതിന് ശേഷവും അവസാനിച്ചില്ല. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും പരസ്പരം മത്സരിച്ചാണ് മുന്നേറിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ച് ആകെ ഉണ്ടായിരുന്ന 16 സീറ്റിൽ 12 എണ്ണം മുസ്ലിം ലീഗും 4 എണ്ണം കോൺഗ്രസും നേടി. UDFിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള സൗഹൃദ മത്സരത്തിനിടയിൽ ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് പോലും നേടാനുമായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും UDF സംവിധാനത്തിനു കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയ്ക്ക് ഇത്തവണയും മാറ്റമുണ്ടാകാനിടയില്ല. ഒത്തുതീർപ്പ് ചർച്ചകൾ പലതും നടന്നെങ്കിലും സീറ്റ് ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ UDF സംവിധാനത്തിൽ പോകുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാദേശിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും UDF സംവിധാനത്തിലാവാം. പക്ഷേ ഈക്വൽ ഷെയർ എന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ്. 18 സീറ്റുണ്ട്, 9 സീറ്റും 2 വർഷവും പ്രസിഡന്റ്ഷിപ്പ് കൊടുത്താൽ മുന്നണിയാവാം എന്നാണ് അവർ ആദ്യം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് പിന്നീട് തുടർ ചർച്ചകൾ ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഒരു ചർച്ചകൾ പോലും പ്രസക്തി ഇല്ലാത്ത രൂപത്തിൽ 2 പാർട്ടികളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് ഒരുപാട് മുന്നോട്ട് പോയി. ഈ പ്രാദേശിക തലത്തിൽ ഈ സമരങ്ങളും സമരപരിപാടികളും പ്രചരണ യോഗങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഇവിടുത്തെ പ്രമുഖ 2 കക്ഷി എന്ന രൂപത്തിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ഒരുപാട് പോർവിളികൾ നടത്തിയതിനു ശേഷം ഇനിയൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. കായിക മന്ത്രി V. അബ്ദുറഹ്മാന് ഇപ്പോഴും കോൺഗ്രസിലുള്ള സ്വാധീനമാണ് ഒരുമിച്ച് മത്സരിക്കുന്നതിന് തടസ്സമാകുന്നത് എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ചില ഇവിടുത്തെ MLAയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ കോൺഗ്രസിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാമൻ ഫാൻസിന്റെ പെട്ട അല്ലെങ്കിൽ V. അബ്ദുറഹ്മാൻ MLAയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചെൽപ്പിടിക്ക് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരാണ് UDF സംവിധാനത്തിന് എതിരെ നിൽക്കുന്നത്. എന്നാൽ പോലും സംവിധാനങ്ങൾ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവും ലീഗിന്റെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വമൊക്കെ ചർച്ച നടത്തിയിട്ട് UDF സംവിധാനത്തിലേക്ക് ഇപ്രാവശ്യം പൊന്മുണ്ടം പോകുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. മണ്ഡലം കമ്മിറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കും. ജില്ലാ കമ്മിറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നേതാവ് PK കുഞ്ഞാലി സാഹിബും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളിലും UDF സംവിധാനം ശക്തമായി പോകുമെന്നുള്ളതാണ്. അപ്പോൾ എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടായാലും ലീഗും കോൺഗ്രസും നല്ല രീതിയിൽ പൊന്മുണ്ടത്തും UDF സംവിധാനത്തോടെ പോകുമെന്നാണ് എനിക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷ വരുന്നത്. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ 18 വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പോരാട്ടം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് പൊന്മുണ്ടത്ത് ലീഗ് കോൺഗ്രസ് നേതാക്കൾ. അമൃത ന്യൂസ്, മലപ്പുറം.